Today we are going to discuss about the new chapter from the Microsoft Theory of Consumer Behavior. നമ്മൾ പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ കൺസ്യൂം ചെയ്യാറുണ്ട് അല്ലേ? ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ കൺസ്യൂം ചെയ്യാറുണ്ട്. അപ്പോൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എത്രത്തോളം നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു, ആ പ്രോഡക്റ്റിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനുള്ള കഴിവ് നോക്കിയിട്ടാണ് നമ്മൾ ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റ് ഒരു വ്യക്തി കൺസ്യൂം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കൺസ്യൂമർ ഇക്വിലിബ്രിയം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ എത്ര പൈസ അദ്ദേഹം ചെലവഴിക്കുന്നു, ആ പ്രോഡക്റ്റിന്റെ വില എന്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ divided into two approaches, that is cardinal utility approach and ordinal utility approach. So first of all we are going to discuss about what is the term meaning related to utility. Utility means that the satisfaction power of a commodity. ഒരു പ്രോഡക്റ്റിനെ നമ്മളെ അല്ലെങ്കിൽ വ്യക്തികളെ സംതൃപ്തിപ്പെടുത്താനുള്ള കഴിവിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? യൂട്ടിലിറ്റി എന്ന് പറയും. സോ utility means that the satisfaction power of a commodity. There is one of the measurement related to the utility, that is util. Utils ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ യൂട്ടിലിറ്റി അളക്കുന്നത്. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്നും ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്നും കൺസ്യൂമർ ബിഹേവിയറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അപ്രോച്ചുകളുണ്ട്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിലേക്ക് പോവാം. We already discussed the term utility. Utility means that the satisfaction power of a commodity. That utility we can measure in two ways. One is cardinal utility approach, it is propounded by Alfred Marshall, and the second one ordinal utility approach, it is propounded by J.R. Hicks and Allen. There are some concepts related to the utility. That is the first one, total utility. Total utility means that it is a total satisfaction obtained from the consumption of all possible unit of a particular commodity. ഒരു particular commodityയുടെ എല്ലാ പോസിബിൾ അല്ലെ, ഇവിടെ പറയുന്നത് ഓൾ പോസിബിൾ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി, എല്ലാ പോസിബിൾ കമ്മോഡിറ്റിയുടെയും കൺസംഷൻ നടത്തുന്നതോടുകൂടി ഒരു കൺസ്യൂമർക്ക് വരുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷനെ എന്തെന്ന് വിളിക്കുന്നു? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നു. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ദ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ obtained from the consumption of all possible units of the particular commodity. Then ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ഇക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി 1 പ്ലസ് മാർജിനൽ യൂട്ടിലിറ്റി 2 പ്ലസ് മാർജിനൽ യൂട്ടിലിറ്റി 3. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി കുറേ എണ്ണം വരുമ്പോൾ അതിന് എക്സെട്ര n വരും. ദെൻ പ്ലസ് മാർജിനൽ യൂട്ടിലിറ്റി n-1. അതിൻ്റെ ഏറ്റവും തുടക്കത്തിൽ ഏതാണെന്നുള്ളത് അതിനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി 1 പ്ലസ് മാർജിനൽ യൂട്ടിലിറ്റി 3 പ്ലസ് അങ്ങനെ എക്സെട്ര മാർജിനൽ യൂട്ടിലിറ്റി n എന്നുള്ള രീതിയിലേക്ക് വരും. ഇനി നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊരു കൺസെപ്റ്റും കൂടി ഉണ്ട്. അതായത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന ടേമാണ്. അതിൻ്റെ പ്രോബ്ലം ചെയ്ത് നമുക്ക് വിശദീകരിക്കാം. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അഡീഷണൽ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദ കൺസംഷൻ വൺ മോർ യൂണിറ്റ് ഗിവൺ കമ്മോഡിറ്റി അല്ലേ. ഇറ്റ് ഈസ് ദ അഡീഷണൽ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദ കൺസംഷൻ ഓഫ് വൺ മോർ യൂണിറ്റ് ഓഫ് ഗിവൺ കമ്മോഡിറ്റി. നമ്മൾ സപ്പോസ് ഒരു ആപ്പിൾ കഴിച്ചപ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്ടിലിറ്റി ടോട്ടൽ യൂട്ടിലിറ്റി ഇത് പറയുമ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ കഴിച്ചപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ 50 യൂട്ടിലിറ്റി കിട്ടി. ദെൻ സെക്കൻഡ് കഴിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു 60 കിട്ടി. അപ്പം മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, ഇത് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അഡീഷണൽ യൂട്ടിലിറ്റി derived from the consumption of one more unit of given commodity. ഇവിടെ ഏറ്റവും ആദ്യത്തെ കൺസ്യൂം ചെയ്തത് എത്രയാ? 1 ആണ്. 1 ഒരു ആപ്പിൾ കഴിച്ചപ്പോൾ 50 യൂട്ടിലിറ്റി കിട്ടി. ഇനി 1 മോർ അഡീഷണൽ ആയിട്ട് ഒന്നും കൂടിയും കഴിച്ചപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയോട് കൂടി അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർത്ത യൂട്ടിലിറ്റി എത്രയാണ്? ഇവിടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് എത്രയാണ്? 10 ആണ്. ആ 10 ആണ് യഥാർത്ഥത്തിൽ എന്തെന്ന് വരുന്നത്? ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ അഡീഷണൽ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദ കൺസംഷൻ ഓഫ് വൺ മോർ യൂണിറ്റ് ഓഫ് ഗിവൺ കമ്മോഡിറ്റി. നമുക്കിതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ഒന്ന് ചെയ്യാം. യു ക്യാൻ സി ദാറ്റ് വൺ ഓഫ് ദ ടേബിൾ ഹിയർ number of unit, then
total utility and marginal utility. We already know that one of the equation is that marginal utility is equal to total utility n minus total utility n minus 1 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ ആ ഇക്വേഷൻ നോക്കിയതാണ്, എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ അത് ഇക്വേഷൻ നോക്കിയതാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഇക്വൽ ടു ടോട്ടൽ യൂട്ടിലിറ്റി എൻ മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി എൻ മൈനസ് 1 എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് കമോഡിറ്റി, നമ്മൾ ഓരോ യൂണിറ്റ് ഇത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആണ്. കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആരുടേതാണ്? ആൽഫ്രഡ് മാർഷലിൻ്റെതാണ്. ഹിയർ 1 2 3 4 എന്ന് പറയുന്ന പ്രോഡക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ആ ഓരോ യൂണിറ്റ് കഴിക്കുമ്പോഴും ഉണ്ടാകുന്ന ഈ ടോട്ടൽ യൂട്ടിലിറ്റി മീൻസ് ദ ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ എത്രയോട് കൊടുത്തിട്ടുണ്ട്. 1 യൂണിറ്റ് ആകുമ്പോൾ 10, 2 ആണെങ്കിൽ 18, 3 24 4 അങ്ങനെ എക്സെറ്റ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി മാർജിനൽ യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താ? മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഇക്വൽ ടു ടോട്ടൽ യൂട്ടിലിറ്റി എൻ മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി എൻ മൈനസ് 1. അപ്പോൾ ഇവിടുത്തെ നോക്കുക, ഈ ഫസ്റ്റ് കേസ് നോക്കുക. ടോട്ടൽ യൂട്ടിലിറ്റി എൻ മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി എൻ മൈനസ് 1 അല്ലേ ഇക്വേഷൻ. സോ ഹിയർ ദ ടോട്ടൽ യൂട്ടിലിറ്റി ഇവിടുത്തെ എത്രയാ? ഫസ്റ്റ് 10 ടോട്ടൽ യൂട്ടിലിറ്റി എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിലുള്ളത് ഏതാണെന്നാണ് ചോദിച്ചത്. ഇതിന്റെ മുകളിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 0 കൊടുക്കുന്നു. therefore മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ളത് 10 എന്ന് കിട്ടി. ദെൻ സെക്കൻഡ് പ്രോബ്ലം അല്ലെങ്കിൽ സെക്കൻഡ് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ആ സെക്കൻഡ് പ്രോബ്ലം ഇതിന്റെ ഭാഗത്തേക്ക് ഹിയർ ദ സെക്കൻഡ് യൂണിറ്റ്. ഇപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഇപ്പോൾ ഇതാണ് ഇത് എടുക്കുന്നുണ്ടെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഇക്വൽ ടു ടോട്ടൽ യൂട്ടിലിറ്റി എൻ മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി എൻ മൈനസ് 1. therefore here the total utility n is equal to 18 മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി n മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ വരുന്നത് അല്ലേ, ഇതിന്റെ മുകളിൽ വരുന്നത് എത്രയാ? 10 കിട്ടി. therefore the marginal utility is equal to 8 എന്നുള്ളത് കിട്ടി. അപ്പോൾ അതേ ഒരു പ്രൊസീജിയർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തതാണിത്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഇനി ഒരു പ്രത്യേകത നോക്കുക. വെൻ മാർജിനൽ യൂട്ടിലിറ്റി ബിക്കം മാക്സിമത്തിലെത്തി, when total utility become maximum, the marginal utility is 0. ഇതൊരു ഇമ്പോർട്ടൻ്റ് റിലേഷൻഷിപ്പ് ആണ്. വെൻ ടോട്ടൽ യൂട്ടിലിറ്റി reaches the maximum, മാർജിനൽ യൂട്ടിലിറ്റി 0. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരു ആപ്പിൾ, ഒരു 5 or 6 ആപ്പിൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കഴിക്കാൻ നോക്കുകയാണ്. ആദ്യത്തെ ഒന്ന് കഴിച്ചു, അപ്പോൾ 10 യൂട്ടിലിറ്റി ഇട്ട്, രണ്ടാമത്തത് കഴിച്ചു 18, മൂന്നാമത്തെ കഴിച്ചു 24, നാലാമത്തെ കഴിച്ചു 28, അഞ്ചാമത്തെ കഴിച്ചു 30. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരേ ടൈമിൽ തന്നെ ഇരുന്ന് കഴിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു മാനസികമായിട്ടുള്ളൊരു മടുപ്പ് വരും എന്ന് പറഞ്ഞാൽ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ടോട്ടൽ യൂട്ടിലിറ്റിയുടെ അല്ലെങ്കിൽ അഡീഷണൽ മാർജിനൽ യൂട്ടിലിറ്റിയുടെ റേറ്റ് ഇങ്ങനെ കുറഞ്ഞ് അതായത് നിങ്ങൾക്ക് ഇനി ഒരു ആപ്പിൾ കൂടി കൊടുന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും എനിക്ക് വേണ്ട കഴിക്കണ്ട എന്നുള്ള രീതിയിൽ ഇല്ല. അപ്പോൾ വെൻ ടോട്ടൽ യൂട്ടിലിറ്റി റീച്ചസ് ദ മാക്സിമം, നിങ്ങൾ അഞ്ചാമത്തെ ആപ്പിൾ കഴിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് 30 ഇനി 6ാമത്തേം കൂടി കഴിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ട എന്നുള്ള മനോഭാവമായി. അതായത് മാർജിനൽ യൂട്ടിലിറ്റി റീച്ചസ് ദ 0. ഇനി നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഒന്നും കൂടി എടുത്ത് കഴിക്കാൻ നോക്കുകയാണെങ്കിൽ സംടൈംസ് നെഗറ്റീവ് യൂട്ടിലിറ്റി ഉണ്ടാവും. നെഗറ്റീവ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ദർ ഇസ് എ ചാൻസ് ഫോർ ഒമിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവും. കാരണം നെഗറ്റീവ് യൂട്ടിലിറ്റി വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വേണ്ട എന്നുള്ളൊരു മുഖഭാവത്തിലേക്ക് വരും. അപ്പോൾ ഇവിടെ എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി വെൻ ടോട്ടൽ യൂട്ടിലിറ്റി റീച്ചസ് ദ മാക്സിമം, മാർജിനൽ യൂട്ടിലിറ്റി ബിക്കം 0. ദെൻ ഇഫ് യു ആർ കൺസ്യൂമിങ് മോർ ആൻഡ് മോർ കമോഡിറ്റി എബവ് ദ ടോട്ടൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ എബവ് ദ മാക്സിമം യൂട്ടിലിറ്റി ആണെങ്കിൽ എന്ത് വരുന്നു? ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് യൂട്ടിലിറ്റി മൈനസ് എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ഈ ഡാറ്റയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വരച്ചതാണ്. ടോട്ടൽ യൂട്ടിലിറ്റി ഇങ്ങനെ പോകുന്നുണ്ട്. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി ആദ്യം 10 ആണ്, പിന്നെ 8 ആണ് എന്നുള്ള രീതിയിൽ പോയി. വെൻ 6th യൂണിറ്റ് ആവുമ്പോൾ ഇവിടെ 30 അല്ലെങ്കിൽ 30 എന്നുള്ള രീതിയിൽ ഇത് റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ അഡീഷണൽ ആയിട്ട് പോകുമ്പോൾ നെഗറ്റീവ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ യൂട്ടിലിറ്റി ഇങ്ങനെ കുറഞ്ഞു, ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് യൂട്ടിലിറ്റി വന്നു എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ഇത്രയും ഏരിയ നമുക്ക് മനസ്സിലായല്ലോ. നമുക്ക് കൺസ്യൂമറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന
അല്ലെങ്കിൽ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. രണ്ട് അപ്രോച്ചസ് ഉണ്ടെന്ന് പറഞ്ഞു, കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. One of the famous economists, Alfred Marshall, he introduced the cardinal utility approach. Cardinal utility എന്ന് പറയുന്നത് യൂട്ടിലിറ്റി we can measure on the basis of the numbers. നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഒരെണ്ണം, രണ്ടെണ്ണം, മൂന്നെണ്ണം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഒരെണ്ണം കഴിച്ചു, രണ്ടെണ്ണം കഴിച്ചു, മൂന്നെണ്ണം കഴിച്ചു എന്നുള്ള രീതിയിൽ യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനെ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറയുന്നു. ദാറ്റ് അപ്രോച്ച് ഈസ് പ്രൊപ്പോണ്ടഡ് ബൈ ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ അപ്രോച്ച് കൊണ്ടുവന്നത്. അപ്പോൾ ആൽഫ്രഡ് മാർഷലിന്റെ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്താണ്? യൂട്ടിലിറ്റി വി ക്യാൻ മെഷർ ബേസ്ഡ് ഓൺ ദ നമ്പേഴ്സ് ആണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. Then another approach is that is ordinal utility approach. Utility we can measure on the basis of the ranking. റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ യൂട്ടിലിറ്റിയെ അളക്കുന്നത് ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ എന്നുള്ള ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള, മറ്റത് ഒരെണ്ണം, രണ്ടെണ്ണം, മൂന്നെണ്ണം എന്നുള്ള രീതിയിലാണെങ്കിൽ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള രീതിയിലേക്ക് വരികയാണെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കുന്നു? ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആണ്. ദ ഫേമസ് എക്കണോമിക്സ് J.R. Hicks ആൻഡ് അലൻസ്, രണ്ട് എക്കണോമിസ്റ്റുകളുണ്ട്. J.R. Hicks ആൻഡ് അലൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ് ഏത് അപ്രോച്ചിനെ കുറിച്ച് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. നമുക്ക് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചുമായിട്ട് റിലേറ്റഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കൺസെപ്റ്റുകളെയൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഒരു കൺസ്യൂമർ ഒരു പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് കുറെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കുറെ കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൺസ്യൂമേഴ്സ് ബജറ്റ്, ബജറ്റ് സെറ്റ്, ബഡ്ജറ്റ് ഇക്വിലിബ്രിയം, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ, ഇൻഡിഫറൻസ് കർവ്, മോണോട്ടോണിക് പ്രിഫറൻസ്, ഡിമാൻഡ് തുടങ്ങിയിട്ടുള്ള കുറെ കൺസെപ്റ്റുകൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഈ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് പറയാം. എന്താണ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് നോക്കാം. ഇറ്റ് ഈസ് ദ റിയൽ പർച്ചേസിംഗ് പവർ ഓഫ് ദ കൺസ്യൂമർ ഫ്രം വിച്ച് he can purchase the certain quantity of bundles of two goods at a given price. രണ്ട് ബണ്ടിൽ എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു ടേം പറയുന്നുണ്ട് ബണ്ടിൽസ് എന്ന് പറയുന്നത്. ബണ്ടിൽസ് മീൻസ് ദ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്, രണ്ട് ഗുഡുകളുടെ ഒരു കോമ്പിനേഷനെ നമ്മൾ വിളിക്കുന്നത് ബണ്ടിൽസ് ആണ്. അപ്പോൾ നമ്മളൊരു സെർട്ടൺ ക്വാണ്ടിറ്റീസ് ഓഫ് കമ്മോഡിറ്റി അതിനൊരു ബണ്ടിൽ സെലക്ട് ചെയ്യണം. അവരുടെ പ്രൈസ് അനുസരിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ രണ്ട് ബണ്ടിലുകൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ കൺസ്യൂമറിന്റെ കയ്യിലുള്ള പർച്ചേസിംഗ് പവറിനെയാണ് ഏതെന്ന് വിളിക്കുന്നത്? കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്നുള്ള രീതിയിലേക്ക് വിളിക്കുന്നത്. In other words, the consumption bundle available to the consumer depends upon the two things: prices of the two goods and the income of the consumer. That income of the consumer is said to be, that is consumers budget എന്നുള്ള രീതിയിൽ വരുന്നു. It's denoted by the capital letter M. Capital letter M ലാണ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. The consumer can afford to buy only those bundles which the cost him less than or equal to his income. അദ്ദേഹത്തിന്റെ കയ്യിൽ എത്രയാണോ ആ ഇൻകം ഉള്ളത്, ആ ഒന്നെങ്കിൽ ആ ഇൻകത്തിന് തുല്യമോ അതിന് താഴെയോ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ആ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാം എന്നതാണ് കൺസ്യൂമേഴ്സിന്റെ ബഡ്ജറ്റിന്റെ പ്രത്യേകത. Then the next concept, that is the budget set എന്ന് പറയുന്നത്. It is a set of bundle or set of bundle എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു bundles means the combinations of two good അല്ലെങ്കിൽ collection of the two good. It is a set of all the bundles that the consumer can buy with his income at a prevailing market price. മാർക്കറ്റ് പ്രൈസ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഇൻകം മാർക്കറ്റ് പ്രൈസ് അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഇൻകം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വാങ്ങിക്കാൻ കഴിയുന്ന എല്ലാ ബണ്ടിലിനെയും, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഇൻകത്തിനനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വാങ്ങിക്കാൻ കഴിയുന്ന എല്ലാ ബണ്ടിലിനെയും നമ്മൾ വിളിക്കുന്ന പേര് കൺസ്യൂമർ ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നു. The budget set and the budget line changes when either the prices or income of the consumer changes. ഇപ്പൊ ഈ ബഡ്ജറ്റ് സെറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനിൽ ചേഞ്ച് സംഭവിക്കാം. എപ്പോ സംഭവിക്കാണ്? ഇൻകം ഓഫ് ദ കൺസ്യൂമറും പ്രൈസസ് ഓഫ് ദ കൊമോഡിറ്റിയും ചേഞ്ച് ചെയ്താൽ. ഇൻകം ഓഫ് ദ കൺസ്യൂമർ എന്ന് ഡിനോട്ട് ചെയ്തത് M എന്നാണ്.
then prices of the commodity P1 എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ P2. രണ്ട് പ്രോഡക്റ്റ് ആണെങ്കിൽ P1 എന്ന് പറയുന്ന പ്രൈസും P2 എന്ന് പറയുന്ന പ്രൈസും. ഈ രണ്ട് പ്രൈസിൽ ചേഞ്ചസ് സംഭവിക്കുകയോ ഇൻകത്തിൽ ചേഞ്ചസ് സംഭവിക്കുകയോ ചെയ്താൽ ബജറ്റ് സെറ്റ്, ബജറ്റ് ലൈൻ എന്നിവയിൽ ചേഞ്ചസ് സംഭവിക്കാം. നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് what is the equation for finding the budget set. Here one of the equation is there is a P1 x1 plus P2 x2 ഈ2 താഴെയാണ്, P2 x2 less than or equal to m. അതായത് P1 means that the prices of good one, then x1 is the quantity of good one, then P2 is the prices of good 2, x2 is the quantity of good 2, then m is denoted as the budget income of the consumer or budget of the consumer. അപ്പോൾ ഈ ബജറ്റിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൊണ്ട് അതിന് തുല്യമോ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ എന്ന് പറയുന്ന അർത്ഥം എന്താ? ഒന്നുകിൽ ഇതിന് തുല്യമോ അല്ലെങ്കിൽ ഇതിന് താഴെയോ അദ്ദേഹത്തിന് പ്രോഡക്റ്റുകൾ വാങ്ങിക്കാം എന്നതാണ് ബജറ്റ് സെറ്റ് എന്നുള്ളത് ഉദ്ദേശിച്ചത്. നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട കൺസെപ്റ്റ് ഏതാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ബജറ്റ് സെറ്റിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മിസ്റ്റർ ദർശൻസ് ഇൻകം ₹20. അപ്പൊ ഇൻകം എന്ന് പറഞ്ഞത് എം എന്ന് പറഞ്ഞത് 20 ആണ്. ഹി ക്യാൻ പർച്ചേസ് 2 ഗുഡ്, 2 ഗുഡ് എന്നാണ് പ്രൈസ് 5 ഈച്ച്. 2 ഗുഡിന്റെയും പ്രൈസ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വാങ്ങിക്കാൻ കഴിയുന്ന ബണ്ടിലുകളുടെ അല്ലെങ്കിൽ കോമ്പിനേഷൻസ് 0 വാങ്ങിക്കാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 01, 02, 03, 04, then 10, 20, 30, 40, 11, 12, 13, 20, 21, 22, 30, 31, 40. ഇത്രയും ബണ്ടിലുകൾ അദ്ദേഹത്തിന് ഏത് ഇതിനനുസരിച്ച് വാങ്ങിക്കാൻ പറ്റും? P1 x1 plus P2 x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു m എന്ന് പറയുന്ന ഇക്വേഷന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് നമുക്കത് വാങ്ങിക്കാൻ പറ്റും. ഞാൻ ഇത് എങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. Let's see how can we find the budget set. ഇവിടെ പ്രോബ്ലം തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മിസ്റ്റർ ദർശൻ ഇൻകം ഈസ് 20. ദർശന്റെ ഇൻകം എന്നുള്ളത് ഇവിടെ 20 നൽകിയിട്ടുണ്ട്, 20 rupees നൽകിയിട്ടുണ്ട്. ദാറ്റ് ഈസ് m. He can purchase the 2 goods, both are the price at 5. That is P1 that is equal to 5 rupees and P2 is equal to 5 rupees. And the budget set. അപ്പോൾ ഇങ്ങനെ ബഡ്ജറ്റ് സെറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. What is an equation for budget set? P1 x1 plus P2 x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആണ് ഇക്വേഷൻ. അപ്പോൾ അതിനനുസരിച്ച് അല്ലേ നമ്മളിവിടെ ഇക്വേഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ 5x1 പ്ലസ് 5x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. ഇതിൽ എന്താ അർത്ഥമാക്കിയത്? നമുക്ക് 20 രൂപയ്ക്ക് തുല്യമോ അതിൻ്റെ താഴെയോ ഉള്ള ഏത് ബണ്ടിലും നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോമ്പിനേഷൻസ് എന്നുള്ള രീതിയിൽ 0 0 എന്നുള്ളത് എടുക്കാം. 0 0 എന്ന് വരുന്നത് 5 into 0, അതായത് ക്വാണ്ടിറ്റി ആണ് 0 പ്ലസ് ഇവിടുത്തെ ക്വാണ്ടിറ്റി 0 ആണ്. അപ്പോൾ 5 into 0. ഇപ്പോൾ ടോട്ടൽ എത്ര വരിക? 0 ആണ്. നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? 20 rupees ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ബണ്ടിൽ എടുക്കാം, 01 എന്ന് പറയുന്ന ബണ്ടിൽ. 01 എന്ന് പറയുന്ന ബണ്ടിൽ എടുക്കുകയാണെങ്കിൽ 5 into 0 plus 5 into 1 that is equal to 0 plus 5 that is equal to 5. അപ്പോൾ നമുക്ക് ഓൾറെഡി അവൈലബിൾ എമൗണ്ട് നമുക്ക് 20 ഉണ്ട്. ഇവിടെ കോസ്റ്റ് എത്ര വന്നിട്ടുള്ളൂ? 5 rupees. അപ്പോൾ ഈ ബണ്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. ദെൻ 02 വരുമ്പോൾ ഇവിടെ വരുന്നു 5 into 0 plus 5 into 2 that is only 10 rupees. We have 20 rupees is there. So the cost of 10, ഇവിടെ കോസ്റ്റ് 10 ആയിട്ടുള്ളൂ, നമുക്കത് വാങ്ങിക്കാം. 03 വരുമ്പോൾ 15 ആയി. 04 വരുമ്പോൾ എത്ര വരുന്നു? 20 ആയി. ഇനി നമുക്ക് 0 വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ 05 ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതി നോക്കാം. 05 എന്നുള്ള രീതിയിലേക്ക് എടുക്കുമ്പോൾ 5 into 0 plus 5 into 5 that is 25. അവൈലബിൾ നമുക്ക് മാക്സിമം നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? 20 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബണ്ടിൽ വാങ്ങിക്കാൻ കഴിയില്ല. ഇതിങ്ങനെയാണ് ചെയ്തു നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഇവിടെ ബണ്ടിൽസ് നോക്കിയോ, ബണ്ടിൽസ് 01, 02, 03, 04, then 10,
20, 30, 40, 11, 12 ഇത്തരത്തിലുള്ള ബണ്ടിലൊക്കെ നമുക്ക് വാങ്ങിക്കാം. ഇത്തരത്തിലുള്ള ബണ്ടിലിൽ ചില ബണ്ടിലിന്റെ പ്രത്യേകത ഇപ്പോൾ 04 വരുമ്പോൾ നിങ്ങൾക്ക് എത്ര കോസ്റ്റ് എത്രയാവും? 20 ആവും. അതേപോലെ തന്നെ 13 എന്ന് പറഞ്ഞാൽ 5 + 15 20 ആയി. ദെൻ ഇവിടെ 22 ആണ്. 22 എന്ന് പറഞ്ഞാൽ 10 + 10 20 ആണ്. ദെൻ 31 എന്ന് പറഞ്ഞാൽ 15 + 5 20 ആണ്. അപ്പൊ ഇത്തരം ബണ്ടിലുകൾ, ഈ ബണ്ടിലുകളെ നമ്മൾ ബഡ്ജറ്റ് ലൈൻ അല്ലെങ്കിൽ കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു ഇൻകം എന്നുള്ള രീതിയിൽ the bundles cost exactly equal to income, ഇൻകത്തിന് തുല്യമായിട്ടുള്ള രീതിയിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഏതെന്ന് പറയുന്നത് ബഡ്ജറ്റ് സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ നമുക്ക് അടുത്തത് ബഡ്ജറ്റ് ലൈൻ ആണ്. എ ബഡ്ജറ്റ് ലൈൻ റെപ്രസെന്റ് ഓൾ ദ ബണ്ടിൽസ്, ദാറ്റ് ഈസ് ദ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 0 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബണ്ടിൽ എഴുതില്ലേ. അപ്പോൾ ഇവിടെ ദാറ്റ് ഈസ് ദ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ് which a consumer can buy with his entire income and prices of two goods. ബഡ്ജറ്റ് ലൈൻ്റെ നമ്മൾ ഇക്വേഷൻ ആണ് P1x1 plus P2x2 equal to M. അപ്പോൾ ബഡ്ജറ്റ് സെറ്റും ബഡ്ജറ്റ് ലൈനും തമ്മിലുള്ള ഡിഫറൻസ്, ബഡ്ജറ്റ് സെറ്റ് ആണെങ്കിൽ P1x1 plus P2x2 less than or equal to M ആണ്. But in the budget line P1x1 plus P2x2 equal to M. That is an equation for finding the budget line. നമുക്ക് ബഡ്ജറ്റ് ലൈൻ എങ്ങനെ വരയ്ക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് നോക്കാം. ബഡ്ജറ്റ് ലൈനിനെ റെപ്രസെന്റ് ചെയ്താണ്, ദാറ്റ് ഈസ് എ പ്രൈസ് ലൈൻ എന്നുള്ള രീതിയിലേക്ക് പറയും. അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പുറത്തെ ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റ് ലൈൻ കാണുന്നില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് വരയ്ക്കാം. ഇത് y ആക്സിസ് ആൻഡ് ഇറ്റ്സ് എൻ x ആക്സിസ്. ഹിയർ ദ x ഇന്റർസെപ്റ്റ് ആൻഡ് ഹിയർ ദ y ഇന്റർസെപ്റ്റ്. ഇതിനെ എന്തെന്ന് പറഞ്ഞു? ഇതിനെ y ഇന്റർസെപ്റ്റ് എന്നും ഇതിനെ x ഇന്റർസെപ്റ്റ് എന്നും പറയും. അപ്പോൾ ഈ x ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് x ഇന്റർസെപ്റ്റ് is equal to m/p1 and y intercept is equal to m/p2. That is an equation for finding x intercept or horizontal intercept. x interceptനെ വിളിക്കുന്ന മറ്റൊരു പേര് horizontal intercept എന്നും y interceptനെ നമ്മൾ വിളിക്കുന്ന പേര് vertical intercept എന്നുള്ള. അപ്പോൾ x intercept is equal to m/p1 and y intercept is equal to m/p2. ഇനി ബഡ്ജറ്റ് ലൈന് നമ്മൾ നേരത്തെ കണക്ക് പ്രകാരം, നേരത്തെ കണക്ക് എന്തായിരുന്നു? 5x1 plus 5x2 equal to 20 അല്ലേ? Therefore x intercept is equal to m/p1. m/p1 ആണെന്നുണ്ടെങ്കിൽ m, that is 20, then p1 is equal to 5, that is equal to 4 rupees. Then y intercept is equal to m/p2. Therefore 20/5, that is equal to 4. അപ്പോൾ x ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും ഇവിടുത്തെ കണക്ക് പ്രകാരം 4 ആണ്. അപ്പോൾ ഇവിടെ 4 മാർക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഇവിടെ 4 മാർക്ക് ചെയ്യുക. ഒരു സ്കെയിൽ എടുത്തിട്ട് ഈ രണ്ട് പോയിന്റുകളെയും ജോയിന്റ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ബഡ്ജറ്റ് ലൈൻ കിട്ടും. അത് ഏത്? ഇപ്പോൾ ഈ കണക്ക് പ്രകാരമാണെങ്കിൽ 5x1 plus 5x2 equal to 20 എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ഇനി ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ഇസ് എ സ്ട്രേറ്റ് ലൈൻ വിത്ത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് m/p1. നേരത്തെ നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു x ഇന്റർസെപ്റ്റ്, that is m/p1, and vertical intercept or y intercept is equal to m/p2. Then slope of the budget line കണ്ടെത്താൻ -p1/p2. that is an equation for finding the slope of the budget line. Then ഇതിലെ നെഗറ്റീവ് നമുക്കറിയാം, ഇതിലൊരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ആ നെഗറ്റീവ് സൈൻ നമ്മൾ നേരത്തെ കണ്ടു, ബഡ്ജറ്റ് ലൈനിൽ നമ്മൾ നേരത്തെ കണ്ടു ഇങ്ങനെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ആ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വരുന്നത്. ദ നെഗറ്റീവ് സൈൻ ഓഫ് ദ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ഷോസ് ദാറ്റ് ദ ബഡ്ജറ്റ് ലൈൻ ദ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ? അടുത്തത് the changes in the budget line. ഇപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു ബഡ്ജറ്റ് ലൈൻ. ഈ ബഡ്ജറ്റ് ലൈനിൽ ചേഞ്ചസ് സംഭവിക്കാം. ആ ചേഞ്ചസ് സംഭവിക്കാം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. നമുക്ക് നോക്കാം. a budget line based on income and price, thus it changes when there is a change in m and
പ്രൈസസ് ഓഫ് ഗുഡ് 1 ആൻഡ് ഗുഡ് 2. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഈ പ്രോഡക്റ്റിന്റെ പ്രൈസിലോ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ പ്രൈസിലോ അല്ലെങ്കിൽ ഇൻകത്തിലോ ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ, മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് ലൈനിന് മാറ്റങ്ങൾ സംഭവിക്കാം, ചേഞ്ചസ് സംഭവിക്കാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് അത് നോക്കാം. ചേഞ്ചസ് ഇൻ ദ ബഡ്ജറ്റ് ലൈനിൽ നമ്മളിപ്പോൾ ഓൾറെഡി മാറ്റർ പറഞ്ഞു. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചേഞ്ചസ് ഇൻ ദ ബഡ്ജറ്റ് ലൈൻ, ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ഇൻകം. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ഇൻ ഇൻകം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ എങ്ങനെ നോക്കാം. ഇൻക്രീസ് ഇൻ ഇൻകം, അതായത് നമ്മൾ ഓൾറെഡി എം എന്നുള്ളത് ഇൻകത്തിൽ ചേഞ്ച് സംഭവിച്ചപ്പോൾ എം ഡാഷ് എന്നുള്ള രീതി ഇൻകത്തിൽ ചേഞ്ച് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രൈസ് റിമെയിൻ കോൺസ്റ്റന്റ്. ഇവിടുത്തെ എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെയും അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് സെയിം ആയിരിക്കണം. ഒരു കണ്ടീഷൻ അങ്ങനെ പറയുന്നത് ഇൻകം ഇൻക്രീസസ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ഇൻകം, പ്രൈസ് റിമെയിൻ കോൺസ്റ്റന്റ്. സാധനങ്ങളുടെ വിലയിൽ മാറ്റമില്ലാതെ, രണ്ടിന്റെ വിലയിൽ മാറ്റമില്ലാതെ ഇൻകം മാത്രം മാറുമ്പോൾ ബഡ്ജറ്റ് ലൈൻ എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ ഇൻകം കൂടുമ്പോൾ നേരത്തെ കണക്ക് പ്രകാരം 5x1 പ്ലസ് 5x2 ഈക്വൽ ടു 20 ആയിരുന്നത് 5x1 പ്ലസ് 5x2 ഈക്വൽ ടു 40 എന്നുള്ള രൂപത്തിലേക്ക് ഇതിന്റെ ഇൻകം ഈ 20 എന്നുള്ളത് 40ലേക്ക് ചേഞ്ച് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഈ ബഡ്ജറ്റ് ലൈൻ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ തന്നെ കാണാം, ഇൻകം 20 എന്നുള്ളതിൽ നിന്ന് 40 ആയിട്ട് മാറുമ്പോൾ ബഡ്ജറ്റ് ആൻഡ് പാരലൽ അപ്വേർഡ് ഷിഫ്റ്റ് ഓർ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാകുന്നു. ബഡ്ജറ്റ് ലൈൻ പാരലൽ അപ്വേർഡ് ഷിഫ്റ്റോ അതല്ലെങ്കിൽ റൈറ്റ്വേർഡ് ഷിഫ്റ്റോ എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. പ്രൈസ് റിമെയിൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും ആണെങ്കിൽ നേരത്തെ ഇവിടെ 4 എന്നതുള്ളതാണെങ്കിൽ ഇപ്പൊ അത് എന്തായി മാറും, 8 എന്നുള്ള രീതിയിൽ അല്ലെ, 8 എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടാണ്. നിങ്ങൾ കണക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അല്ലെ. എക്സ് ഇന്റർസെപ്റ്റ് ഈസ് ഇക്വൽ ടു എം ബൈ പി വൺ എന്ന് പറഞ്ഞാൽ അത് ദാറ്റ് ഈസ് ഇക്വൽ ടു 8. ദെൻ എം ബൈ പി ടു വെച്ചാണെങ്കിൽ 40 ഡിവൈഡ് ബൈ 5 ഈസ് ഇക്വൽ ടു 8. അപ്പോൾ ഇവിടെ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും ഇൻകത്തിൽ ചേഞ്ച് സംഭവിക്കുമ്പോൾ 8 തന്നെയാണ് കിട്ടുന്നത്. ആയതുകൊണ്ട് ഇൻകത്തിൽ ചേഞ്ച് സംഭവിക്കുമ്പോൾ പ്രൈസ് റിമെയിൻ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഇൻകത്തിൽ ചേഞ്ച് ഇൻക്രീസ് ആണെങ്കിൽ ബഡ്ജറ്റ് ലൈൻ പാരലൽ അപ്വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ പാരലൽ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാകുന്നു. ഇനി ഇൻകം ഡിക്രീസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. നേരത്തെ സംഭവിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആവും. ഇപ്പൊ ഇവിടെ ഇൻകം 40 എന്നുള്ള രീതിയിൽ നിന്നതാകുമ്പോൾ 8 എന്നുള്ള രീതിയിലാവുമ്പോൾ അതിൽ നിന്ന് കുറയുമ്പോൾ അല്ലെങ്കിൽ 4 എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. അല്ലെങ്കിൽ മറ്റൊരു കണക്ക് എടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ കുറയും. എന്താ സംഭവിക്കുക അവിടെ നോക്കാം. ഡിക്രീസ് ഇൻ ഇൻകം, പ്രൈസ് റിമെയിൻ കോൺസ്റ്റന്റ്. പ്രൈസിൽ നോക്കുക, നമുക്ക് ഡിക്രീസ് ഇൻ ഇൻകം നോക്കാം. നേരത്തെ 5x1 പ്ലസ് 5x2 ഈക്വൽ ടു 10 എന്ന് കൊടുത്തു. ഇൻകം കുറഞ്ഞു, 20 ആയിരുന്നു യഥാർത്ഥ കണക്ക്, അതിൽ നിന്ന് മാറി 10 എന്നുള്ള രീതിയിലേക്ക് മാറും. അപ്പോൾ എക്സ് ഇന്റർസെപ്റ്റ് ഈസ് ഇക്വൽ ടു എം ബൈ പി വൺ, ദാറ്റ് ഈസ് ഇക്വൽ ടു 10 ബൈ 5 ഈസ് ഇക്വൽ ടു 2. ദെൻ ഇവിടെ വൈ ഇന്റർസെപ്റ്റ് ഈസ് ഇക്വൽ ടു എം ബൈ പി ടു, ദാറ്റ് ഈസ് ഇക്വൽ ടു 10 ബൈ 5 ഈസ് ഇക്വൽ ടു 2. അപ്പോൾ നേരത്തെ കണക്ക് പ്രകാരമാണെന്നുണ്ടെങ്കിൽ, നേരത്തെ കണക്ക് പ്രകാരം എന്നുള്ള രീതിയിലാണെങ്കിൽ ഇവിടെ 4 എന്നുള്ളതാണ്. അത് ഇൻകം ഡിക്രീസ് ചെയ്തപ്പോൾ ഇവിടെ 2 എന്നുള്ള രീതിയിലേക്ക് ഇങ്ങോട്ട് മാറി. അപ്പോൾ പാരലൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ഓർ ഡൗൺവേർഡ് ഷിഫ്റ്റ് ആണ് ഡിക്രീസ് ഇൻ ഇൻകം വെൻ പ്രൈസ് റിമെയിൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഉണ്ടാവുക. ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത് ചേഞ്ചസ് ഇൻ ദ ബഡ്ജറ്റ് ലൈൻ ഒക്കർ ഡ്യൂ ടു ചേഞ്ചസ് ഇൻ പ്രൈസ് ആണ്. നേരത്തെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഇൻകത്തിൽ വരുന്ന ചേഞ്ചസ് കൊണ്ടാണ്. ഇനി പ്രൈസിൽ വരുന്ന ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് മാറ്റം വരുന്നത് നോക്കാം. അപ്പൊ പ്രൈസ് ഇവിടെ നോക്കൂ, പ്രൈസ് ഇവിടെ പറയുന്നത് ഇൻക്രീസ് ഇൻ ദ പ്രൈസസ് ഓഫ് ദ കൊമോഡിറ്റി. എക്സ് കൊമോഡിറ്റി എന്ന് പറയുന്നത് ഇവിടെ കൊമോഡിറ്റി എക്സ്, ഇവിടെ കൊടുത്തുള്ള എക്സ് എന്ന് പറയുന്ന കൊമോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അപ്പൊ സാധാരണ ഒരു ബേസിക് ലോ ഉണ്ട്, അതായത് വെൻ ദ പ്രൈസസ് ഓഫ് ദ കൊമോഡിറ്റി ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫോർ ദാറ്റ് കൊമോഡിറ്റി ഡിക്രീസസ്. ആ ഒരു പ്രോഡക്റ്റിന്റെ വില കൂടുമ്പോൾ അതിന്റെ ഡിമാൻഡ് കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു ബേസിക് തിയറി ഉണ്ട്, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ട് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ നോക്കുകയാണ്. ഇപ്പൊ ഇൻകത്തിൽ റിമൈൻ കോൺസ്റ്റന്റ് ആണ്, ഇൻകം റിമൈൻ കോൺസ്റ്റന്റ് ആണ്. നമുക്ക് നോക്കാം, ഒരു നേരത്തെ കണക്ക് വെച്ച് നോക്കാം. 5x1 പ്ലസ് 5x2 ഈക്വൽ ടു 20 അതായിരുന്നു നേരത്തെ കണക്ക്. ഇപ്പൊ നമുക്ക് ഇവിടുത്തെ ഗുഡ് 1ന്റെ വില ഒന്ന് കുറയ്ക്കുകയാണ്. 4x1 പ്ലസ് 5x2 ഈക്വൽ ടു 20 ആയി. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ പ്രൈസ് ഇൻക്രീസ് അല്ലേ. അപ്പൊ ഞാൻ അതിന്റെ ചെറിയ മാറ്റം വരുത്താണ്. ഇവിടുത്തെ 4 മാറ്റിയിട്ട് 5 എന്നുള്ളത്
ആയിരുന്നു, ഇവിടുത്തെ 5x1 എന്നുള്ളതായിരുന്നു. അത് മാറ്റിയിട്ട് ഞാനൊരു 6 കൊടുത്തു. അപ്പോൾ 6 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കാം. അപ്പോൾ 6 പോകുമ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് ഈസ് ഇക്വൽ ടു 20/6 അല്ലേ. 20/6 എന്ന് പറയുമ്പോൾ എത്രയാ? 3.33 എന്നുള്ള രീതിയിലേക്ക് മാറും. 3.33. അതായത് ആദ്യം വാങ്ങിച്ചത് എത്രയാണോ അതിൽ നിന്ന് ഇങ്ങോട്ട് അതിൻ്റെ അളവ് കുറഞ്ഞു പോകും വെൻ ഇൻക്രീസ് ഇൻ പ്രൈസ് ഉണ്ടാകുമ്പോൾ. അപ്പോൾ ആദ്യത്തെ ബഡ്ജറ്റ് ലൈൻ ഇത് ഇവിടെ ഇങ്ങനെ കൊടുത്ത പോലെ ഇതാണ് ബഡ്ജറ്റ് ലൈൻ. ദാറ്റ് ഈസ് ഇക്വൽ ടു 5x1 പ്ലസ് 5x2 ഈസ് ഇക്വൽ ടു 20 ആണ്. ഇവിടെ ആണെങ്കിൽ പ്രൈസ് കൂടുന്നത് കൊണ്ട് 6x1 പ്ലസ് 5x2 ഈക്വൽ ടു 20. ഇൻകം റിമൈൻ സെയിം ആണ്, പ്രൈസ് മാത്രമേ കൂടിയിട്ടുള്ളൂ. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ലൈനിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് പറയാം. ബഡ്ജറ്റ് ലൈൻ സ്വിംഗ് ആണ്, ഷിഫ്റ്റ് അല്ല. സ്വിംഗ് ലെഫ്റ്റ് വേർഡ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വിംഗും ലെഫ്റ്റ് വേർഡും. ഇനി പ്രൈസ് ഡിക്രീസ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഡിക്രീസ് ഇൻ പ്രൈസ് ആണ്. ഡിക്രീസ് ഇൻ പ്രൈസ് ആകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രീതിയിൽ ഡിക്രീസ് ഇൻ പ്രൈസ്. അപ്പോൾ നമുക്ക് കണക്ക് വെച്ചിട്ട് നേരത്തെ നോക്കാം. 5x1 പ്ലസ് 5x2 ഈസ് ഇക്വൽ ടു 20. പ്രൈസ് ഡിക്രീസ് ചെയ്തു. അപ്പോൾ 4x1 പ്ലസ് 5x2 ഈസ് ഇക്വൽ ടു 20. Therefore, ഇവിടുത്തെ നേരത്തെ എക്സ് ഇന്റർസെപ്റ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെയും 4 ആയിരുന്നില്ലേ. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയാൽ therefore x ഇന്റർസെപ്റ്റ് ഈസ് ഇക്വൽ ടു 20/4 ഈസ് ഇക്വൽ ടു 5 യൂണിറ്റും കൂടി നമുക്ക് കൂടുതൽ വാങ്ങിക്കാം. അപ്പോൾ ക്വാണ്ടിറ്റി എക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എക്സ് നമുക്ക് 5 യൂണിറ്റ് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ ഇവിടെ നിന്ന് ബഡ്ജറ്റ് ലൈൻ സ്വിംഗ് റൈറ്റ് വേർഡ് എന്നുള്ള രീതിയിലേക്ക് മാറി. നേരത്തെ എന്താ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ സ്വിംഗ് ലെഫ്റ്റ് വേർഡും പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ സ്വിംഗ് റൈറ്റ് വേർഡുമാണ് മാറുന്നത്. അപ്പോൾ ഇതാണ് ഇതിലെ ചേഞ്ചസ് ഇൻ ദ ബഡ്ജറ്റ് ലൈൻ എന്നുള്ള ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള. ഇനി നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് അതേപോലെ തന്നെ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ബഡ്ജറ്റ് ലൈൻ പറഞ്ഞു. ബഡ്ജറ്റ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബഡ്ജറ്റ് സെറ്റ്, ബഡ്ജറ്റ് ലൈൻ, അതിൻ്റെ പ്രോബ്ലംസ്, എക്സ് ഇന്റർസെപ്റ്റ്, വൈ ഇന്റർസെപ്റ്റ്, ബഡ്ജറ്റ് ലൈൻ എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ വരെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഡിസ്കസ് ചെയ്യേണ്ടത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. നോക്കാം. An indifference curve is a curve that represents all those combinations of two goods which give equal satisfaction to the consumer. ഒരു കൺസ്യൂമർക്ക് ഈക്വൽ ലെവൽ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കോമ്പിനേഷൻസ് ഓഫ് അല്ലെങ്കിൽ രണ്ട് ഗുഡുകളുടെ കോമ്പിനേഷൻസിനെ എന്തെന്ന് വിളിക്കുന്നു? ഇൻഡിഫറൻസ് കർവ് എന്നുള്ള രീതിയിലേക്ക് വിളിക്കും. ഇറ്റ് ഈസ് എ ഇൻഡിഫറൻറ്റ്, ദാറ്റ് ഈസ് ന്യൂട്രൽ. അദ്ദേഹം ന്യൂട്രലാണ്. അദ്ദേഹത്തിന് ഏത് കോമ്പിനേഷൻ ആയാലും ഒരേ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ആണ് നൽകുന്നത്. അപ്പോൾ ആയതുകൊണ്ട് ഈ 0-0 എന്ന് പറയുന്ന അല്ലെങ്കിൽ 0-1 എന്ന് പറയുന്ന കോമ്പിനേഷനും 2-1 എന്ന് പറയുന്ന കോമ്പിനേഷനും അദ്ദേഹത്തിന് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇതിൽ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും അയാൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരു ഹാളിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോകുകയാകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രയോറിറ്റി ഒന്നുമില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോറിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷണം അതിൽ നിന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതിലാണ് കൂടുതൽ ഭക്ഷണം ഉള്ളത് നോക്കി പോയിട്ട് തിരഞ്ഞിരിക്കും. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു നിങ്ങൾ ന്യൂട്രലാണ്, ഇൻഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഹാളിലേക്ക് കയറുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടിയാൽ അതിലിരിക്കുന്നു. അത് എന്താണ്? ഒരു ഇൻഡിഫറൻ്റ് മനോഭാവമാണ്. അല്ലെങ്കിൽ ഇൻഡിഫറൻറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു മൈൻഡാണ്. ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എല്ലാത്തിൽ നിന്നും കിട്ടുന്നത് കൊണ്ട് ഏതെങ്കിലും ഒന്നിൽ പോയിട്ട് ഇരുന്നാൽ മതി എന്നുള്ളത്. എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മോണോട്ടോണിക് പ്രിഫറൻസ്. അത് നമുക്ക് ടോപ്പിക്ക് വരുമ്പോൾ പറയാം. മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഇന്നതിൽ നിന്ന് കൂടുതൽ കിട്ടണം എന്നുള്ളത് ആഗ്രഹിച്ചിട്ട് കൂടുതൽ ഏതിലാണോ ഉള്ളത് അത് പോയിട്ട് സെലക്ട് ചെയ്ത് ഇരിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇൻഡിഫറൻസ് കർവ് എന്നുള്ള രീതിയാണ്. ഇൻഡിഫറൻസ് കർവ് ഈസ് ദ റെപ്രസെന്റ് ഓൾ ദോസ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് വിച്ച് ഗിവ് ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമർ. കൺസ്യൂമർക്ക് ഈക്വൽ ലെവൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നതാണ്. He is indifferent, that is neutral, towards the various combinations of two good that give same level of satisfaction. അദ്ദേഹത്തിന് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നുണ്ട് ഇൻഡിഫറൻസ് കർവ്. ആൻഡ് ദർ ആർ സച്ച് എ കർവീസ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കർവുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഇൻഡിഫറൻസ് കർവ് എന്നുള്ള രീതിയിലേക്ക് വിളിക്കുന്നു. If you show these combinations of graph and join these points from a curve, ഇറ്റ് ഈസ് നോൺ ആസ് ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ നമുക്ക് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓരോ ഇങ്ങനെ കോമ്പിനേഷൻസിന് ജോയിൻ ചെയ്തിട്ടുള്ള ഓരോ പോയിന്റ് കിട്ടുമ്പോൾ അതിനെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഒരു ലൈന് വരച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഇൻഡിഫറൻസ് കർവ് എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. നമുക്ക് ഈ ഒരു ഇൻഡിഫറൻസ് കർവ് നോക്കാം. ഇപ്പോൾ ഇവിടെ
ഗുഡ് ബി ആൻഡ് ഗുഡ് എ എന്നുള്ള രീതിയിൽ കൊടുത്ത് അപ്പോൾ ഇവിടെ ഒരു കോമ്പിനേഷൻസ് എ എന്ന് പറയുന്ന കോമ്പിനേഷൻ, ബി എന്ന് പറയുന്ന കോമ്പിനേഷൻ. അപ്പോൾ എ എന്ന് പറയുന്ന കോമ്പിനേഷൻ ഇപ്പോൾ 0 1 2 എന്നുള്ളത് കൊടുത്ത് ഇവിടെ 1 2 എന്നുള്ളത് കൊടുത്ത്. അപ്പോൾ എ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ എക്സ് എന്ന് പറയുന്ന ഗുഡ് 1ഉം ബി ഇവിടെ ഗുഡ് ഇത് നമുക്ക് ഗുഡ് എ എന്ന് കൊടുക്കാം, ഇത് ഗുഡ് ബി എന്ന് കൊടുക്കാം. അപ്പോൾ ഗുഡ് എ എന്നുള്ളത് 1 യൂണിറ്റും ഗുഡ് ബി എന്താ 2 യൂണിറ്റുമാണ്. ഇനി ഈ കോമ്പിനേഷൻ ബി എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഗുഡ് 1 എന്ന് പറയുന്നത് 2 ആണ്, ഇവിടെ ഗുഡ് 2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് കോമ്പിനേഷൻസ് കൺസ്യൂമർക്ക് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു എന്നുണ്ടെങ്കിൽ അത്തരം കർവുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഇൻഡിഫറൻസ് കർവ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഇൻഡിഫറൻസ് കർവ് ഈസ് എ ലോക്കസ് ഓഫ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ്, ഇവിടുന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് all the points represented in the various combinations that giving the equal level of satisfaction towards the consumer. Therefore it is an indifferent. അദ്ദേഹം ഇൻഡിഫറൻ്റ് ആണ്. ഇത്തരത്തിലുള്ള കർവുകളെ നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് വിളിക്കുന്നു. ഇനി ഇതിൻ്റെ ഇൻഡിഫറൻസിൻ്റെ ഒരു കൂട്ടത്തെ നമ്മൾ എന്താ വിളിക്കുന്നത് നോക്കാം. ഇൻഡിഫറൻസ് കർവിൻ്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ഇൻഡിഫറൻസ് മാപ്പ് ആണ്. ആൻഡ് ഇൻഡിഫറൻസ് മാപ്പ് ഈസ് എ കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ് കറസ്പോണ്ടിങ് ടു ഡിഫറെൻറ്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. Thus, it is in a family of indifference curve. The collection of a indifference curve, it is known as indifferent map. അതല്ലെങ്കിൽ മറ്റൊന്ന് പറയാം, ദ ഫാമിലി ഓഫ് എ ഇൻഡിഫറൻസ് കർവിനെ എന്തെന്ന് വിളിക്കാം, ഇൻഡിഫറൻസ് മാപ്പ് എന്നുള്ള രീതിയിലേക്ക് വിളിക്കാം. So it gives the complete picture of the consumer's scale of preference for two goods as it represents the different level of satisfaction. അപ്പോൾ നമ്മൾ ഇൻഡിഫറൻസ് മാപ്പിൽ നമ്മൾ അതിൻ്റെ ഒരു ഗ്രാഫ് ഇപ്പോൾ കാണിക്കാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനെ കാണിക്കുന്ന ഒരു കൂട്ടം ഇൻഡിഫറൻസ് കർവിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. നമുക്ക് നോക്കാം ഇവിടെ. ഇപ്പോൾ ഇവിടെ ഏറ്റവും താഴെ ഒരു ഇൻഡിഫറൻസ് കർവ് ഉണ്ട്, IC1, then IC2, then IC3, then IC4. There is 4 indifference curves there. Then one of the peculiarity there is the lower indifference curve give lower level of satisfaction and higher indifference curve give higher level of satisfaction. അപ്പോൾ ഇതിൻ്റെ ഓരോ ലെവലും ഈ സാറ്റിസ്ഫാക്ഷൻ ലെവലിനേക്കാൾ കൂടുതലാണ് IC2-ൽ, IC2-നേക്കാൾ കൂടുതലാണ് IC3-ൽ, IC3-നേക്കാൾ കൂടുതലാണ് IC4. അപ്പോൾ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ കാണിക്കുന്ന ഒരു അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവിനെ നമുക്ക് എന്താണെന്ന് വിളിക്കാം, ഇൻഡിഫറൻസ് മാപ്പ് എന്നുള്ള രീതിയിലേക്ക് വിളിക്കാം. അടുത്തത് നേരത്തെ ഞാൻ പറഞ്ഞു, ഇൻഡിഫറൻസ് കർവിനോടൊപ്പം തന്നെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടേമാണ് മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ. ദ പ്രിഫറൻസ് ഓഫ് എ കൺസ്യൂമർ സെഡ് ടു ബി എ മോണോട്ടോണിക് എന്നൊക്കെ പറഞ്ഞൊരു സെൻറ്റൻസ് പറയുന്നുണ്ട്. മോണോട്ടോണിക് പ്രിഫറൻസ് മീൻസ് ദാറ്റ് ദ കൺസ്യൂമർ പ്രിഫറൻസ് ബിറ്റ്വീൻ എനി 2 ബണ്ടിൽസ് ഓഫ് ഗുഡ്സ് which has more of at least one of the good and no less of other good compared to other bundle. നമുക്ക് ഇവിടെ ബണ്ടിൽ എക്സാമ്പിൾ ആയിട്ട് എഴുതാം. 2 1 ഒരു ബണ്ടിലാണ്, 1 2 എന്ന് പറയുന്നത്, 2 2 എന്ന് പറയുന്ന അടുത്ത ബണ്ടിൽ, 3 1 എന്ന് പറയുന്ന അടുത്ത ബണ്ടിൽ, 3 2 എന്ന് പറയുന്ന അടുത്ത ബണ്ടിൽ, 3 3 എന്ന് പറയുന്ന ഒരു ബണ്ടിൽ. ഇപ്പോൾ ഇതിലെ പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ സെഡ് ടു ബി മോണോട്ടോണിക് ആണെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യുക, സപ്പോസ് എൻ്റെ പ്രിഫറൻസ് മോണോട്ടോണിക് ആണെങ്കിൽ ഞാൻ ഏതേ സെലക്ട് ചെയ്യുള്ളൂ, 3 3 ആണ് സെലക്ട് ചെയ്യുള്ളൂ. കാരണം ഇവിടെ പറയുന്നുണ്ട് മോണോട്ടോണിക് പ്രിഫറൻസ് മീൻസ് ദാറ്റ് ദ കൺസ്യൂമർ പ്രിഫറൻസ് ബിറ്റ്വീൻ എനി 2 ബണ്ടിൽസ് ഓഫ് ദ ഗുഡ്സ്. അപ്പോൾ ഇതിലെ ഏത് ബണ്ടിലും ഒക്കെ നോക്കുകയാണ് അല്ലെ, എനി ഓഫ് 2 ബണ്ടിൽസ് ഓഫ് ഗുഡ്സ് വിച്ച് ഹാസ് മോർ ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ഇതിലെ ഇവിടുത്തെ 3 3 എന്ന് പറയുന്നത് ഗുഡ് 1 3ഉം ഗുഡ് 2 3ഉം ആണ്. ബാക്കിയുള്ളതിലെ ഓരോ ഗുഡ് ഈ കോമ്പിനേഷൻസിൽ ഗുഡ് 1 നോക്കുക, ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണ്. അപ്പോൾ മോർ ഓഫ് അറ്റ്ലീസ്റ്റ് മോർ ഓഫ് ഇതിൽ ഒന്നെങ്കിൽ ഇത് തന്നിരിക്കുന്നതിൽ ഗുഡ് 1ൻ്റെ എത്രയാണോ ഉള്ളത് അതിൽ കൂടുതലായിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ കൂടുതലില്ല, അതിൻ്റെ ഏറ്റവും വലിയ നമ്പർ 3 ആണ്. ഇനി രണ്ടാമത് പറഞ്ഞത് മോർ ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഗുഡ് ആൻഡ് നോ ലെസ് ഓഫ് അതർ ഗുഡ് കമ്പയർഡ് ടു അതർ ബണ്ട്. അതായത് ഇതിലെ രണ്ടാമത്തെ ഗുഡ് എന്ന് പറയുന്നത് 3 ആണ്. ആ ഗുഡ് മറ്റുള്ള ബണ്ടിൽ വെച്ച് നോക്കുമ്പോൾ അതിലുള്ള ബണ്ടിലുള്ള നോക്കാം, ഇവിടെ 1 ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 1 ഇവിടെ 2, അതിനേക്കാൾ കുറയാൻ പാടില്ല. അവിടെ ഉള്ളതിനേക്കാൾ ഏറ്റവും കുറയാൻ പാടില്ല എന്ന് വെച്ചാൽ ഇവർ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയത് തന്നെയാണ്. അത്തരത്തിലുള്ള പ്രിഫറൻസിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ തിയറി ശരിക്കും നോക്കണം. ദ കൺസ്യൂമർ വിത്ത് മോണോട്ടോണിക് പ്രിഫറൻസ് വി വിൽ പ്രിഫർ
he will prefer the bundle 2 3 to the bundle ഇവിടെ കൊടുത്ത 2 1 1 3 and 2 2 എന്ന് പറയുന്ന ബണ്ടിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ 2 3 എന്നുള്ള ബണ്ടിൽ, ഈ തന്നിരിക്കുന്ന ബണ്ടിലുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതലുള്ള ബണ്ടിൽ എന്ന് പറയുന്നത് ഇതാണ് 2 3 ആണ്. കാരണം ഇതിൽ ബാക്കിയുള്ള ബണ്ടിൽസിലെ 2 1 ഇവിടെ 2 ഒക്കെയാണ്. ഇവിടെ നോക്കുമ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലുത് 3 ആണ്. അപ്പോൾ ഈ ബണ്ടിലാണ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പ്രിഫറൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കുന്നു? മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് വിളിക്കുന്നു. ദെൻ നമുക്ക് മോണോട്ടോണിക് പ്രിഫറൻസിനോട് ബേസ് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവിനോട് ജോയിൻ ചെയ്തിട്ട് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. നേരത്തെ നമ്മളൊരു കണക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗ്രാഫിൽ നിങ്ങൾക്ക് നോക്കാം. നമുക്ക് ആ ഗ്രാഫിൻ്റെ കാര്യം ഒന്ന് ബാക്കിലേക്ക് പോവാം. ബാക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇൻഡിഫറൻസ് കർവിൻ്റെ ഇതിൻ്റെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എത്രയാണ് എന്ന് ചോദിച്ചാൽ, സബ്സ്റ്റിറ്റ്യൂഷൻ എത്രയാണെന്ന് വെച്ചാൽ ഇതിൽ വരുന്ന ചേഞ്ച്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വൈ ആക്സിസ് എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ വൈ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ചേഞ്ചിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡെൽറ്റ എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് ഏതെന്ന് പറഞ്ഞാൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുള്ളതിൻ്റെ ഒരു ബേസിക് കിട്ടിയില്ലേ? നമുക്ക് ആ സ്ലൈഡിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗത്തേക്ക് നോക്കാം. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. The margin rate of substitution, that is MRS, can be defined as how many units of good X, how many unit of good X have to be given up in order to gain the extra unit of good Y. Extra unit good Y ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര ഗുഡ് എക്സ് കൊടുത്തിട്ടുണ്ട്, ആ കൊടുത്തതിൻ്റെ അല്ലെങ്കിൽ സെയിം യൂട്ടിലിറ്റി ലെവൽ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ് യൂണിറ്റ്, അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് how many units of good X have to be given up to get the extra unit of good Y. എക്സ്ട്രാ യൂണിറ്റ് ഗുഡ് 2 ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുഡ് 1 എത്രത്തോളം കൊടുത്തു, അല്ലെങ്കിൽ ഗുഡ് 1 എത്രത്തോളം കിട്ടുന്നതിന് വേണ്ടി ഗുഡ് 2 എത്ര കൊടുത്തു എന്നുള്ള ആ റേറ്റ് ഓഫ് എക്സ്ചേഞ്ചിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ വിളിക്കുന്നു. അപ്പോൾ MRS XY = ഡെൽറ്റ, നമുക്ക് കണക്ക് പ്രകാരം ഇപ്പോൾ ഗ്രാഫ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എക്സും ഇവിടെ വൈയും കൊടുക്കുകയാണെങ്കിൽ ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്നുള്ള രീതിയിലേക്ക് പോവാം. ഇപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് അങ്ങോട്ട് കൊണ്ട് മാറിയോണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു കണക്ക് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ ഇവിടെ നോക്കാം മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് കുറച്ച് ഇവിടെ ഗുഡ് 2 ആണ്, ഗുഡ് 1 ആണ്. അപ്പോൾ നമുക്ക് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇവിടെ എന്താണോ ഡെൽറ്റ ഗുഡ് 2 അല്ലെങ്കിൽ ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്, ദാറ്റ് ഈസ് എ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഏതെന്ന് പറയുന്നത്? സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്നും കൂടി പറയുന്നത്. അതും കൂടി മനസ്സിലാക്കി വെക്കുക. ദ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഈസ് ദ MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്തത് ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഈ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് കുറഞ്ഞു വരുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇവിടെ നോക്കേണ്ടത്. ഇവിടെ കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സ് ഫോർ വൈ, xy is the amount of y and that will given up for obtaining each additional unit of x. This rate is explained below. മാർജിൻ റേറ്റ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ തിയറിനേക്കാൾ നല്ലത് ഞാനിതിങ്ങനെ വിശദീകരിച്ച് പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ LMNO എന്ന് പറയുന്ന കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഗുഡ് എക്സ് 1 2 3 4 എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഗുഡ് വൈ 9 6 4 3 കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കാം, ഇതിൽ ഗുഡ് 1 ഉള്ളൂ, ഇവിടെ ഗുഡ് 2 ഉണ്ട്. ഇപ്പോൾ ഈ 1ൽ നിന്ന് 2 എന്നുള്ളതിൽ എക്സ്ട്രാ യൂണിറ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്ര യൂണിറ്റ് മൈനസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ റേഷ്യോ നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര 3 ആണ്. അപ്പോൾ 3:1, 1 യൂണിറ്റ് എക്സ് കൊമോഡിറ്റി കൂടുതൽ കിട്ടാൻ y യൂണിറ്റ് 3 റേറ്റ്. ഇനി ഇവിടെ നിന്ന് കണ്ട് എത്ര നോക്കാം? 2. ഇവിടെ നിന്ന് കണ്ട് എത്ര നോക്കുക? 1. അപ്പോൾ ഇങ്ങനെ ഇത് നോക്കുമ്പോൾ ഇവിടെയുള്ള ഈ നമ്പേഴ്സ് ഒന്നിനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം 3 2 1 എന്നുള്ള രീതിയിൽ കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ആ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയപ്പോൾ അത് എന്ത് ട്രെൻഡാണ് കാണിച്ചത്? ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, DMRS എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണ് കാണിച്ചത്. ഇതാണ് ഡിമിനിഷിങ്. ഇങ്ങനെയാണ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യുക.
ക്ലിയർ ആയല്ലോ, മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ ഒരു കണക്കാണ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എത്രയാണെന്നുള്ളതിൻ്റെ ഒരു പിക്ചറൈസേഷൻ ആണ്. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, ഞാനത് പിക്ചറും കൂടി അതിൽ വെച്ചെന്നുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ ഏരിയ ഇതിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യേണ്ടത് കൺസ്യൂമർ ഇക്വിലിബ്രിയം ത്രൂ ദ ഇൻഡിഫറൻസ് കർവ്. ഒരു കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം is an maximum optimum point, ഒരു സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയാം. നമുക്ക് സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ചെലവഴിക്കുന്ന പണവും നമുക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ തുല്യമാവണം, എന്നാലേ നമ്മൾ ഇക്വിലിബ്രിയത്തിലെത്തും. നിങ്ങളൊരു ഹോട്ടലിൽ കയറി ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് ചായ കഴിക്കുകയാണെങ്കിൽ സപ്പോസ് ആ കപ്പ് ചായക്ക് 10 രൂപ നിങ്ങൾ കൊടുത്തു, നിങ്ങൾക്ക് മുതലായി അല്ലെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈ ആയി എന്നുള്ളതുണ്ടെങ്കിൽ ആ ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയും നിങ്ങളുടെ ചെലവഴിച്ച പൈസയും തമ്മിൽ തുല്യമാകുമ്പോഴേ ആ ഒരു ലെവലെത്തുള്ളൂ. ആ ലെവലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നോക്കാം, ദ കൺസ്യൂമർ ഇക്വിലിബ്രിയം വെൻ ഹി മാക്സിമൈസ് ഹിസ് സാറ്റിസ്ഫാക്ഷൻ ഗിവൺ ഹിസ് ഇൻകം. അദ്ദേഹം ചെലവഴിച്ച പൈസ ഉപയോഗിച്ചിട്ട് അയാൾ മാക്സിമൈസ് ചെയ്യാണ് അല്ലെ, മാക്സിമൈസ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി. ആൻഡ് ഹിസ് പ്രൈസസ് ഓഫ് ദ ഗുഡ്സ്, ആ എന്താണ് ഗുഡിനെ എത്ര പ്രൈസ് ചെലവഴിച്ചു എന്നതിനനുസരിച്ച് അദ്ദേഹം അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിനെ മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നോക്കാം, ഹിയർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ദാറ്റ് ദ ചോയ്സ് ഓഫ് ദ കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് വിച്ച് ഗീവ് ദ കൺസ്യൂമർ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ച യൂട്ടിലിറ്റിയെ പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ദ പോയിന്റ് വേർ ബഡ്ജറ്റ് ലൈൻ, നമ്മുടെ ബഡ്ജറ്റ് ലൈൻ നമ്മുടെ കയ്യിലുള്ള പൈസയുടെ ലൈൻ ടാൻജന്റ് ടു ദ സാറ്റിസ്ഫാക്ഷൻ ലൈൻ. സാറ്റിസ്ഫാക്ഷൻ ലൈൻ ഏതാ? ഇൻഡിഫറൻസ് കർവ്. നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്, കൺസ്യൂമറിന്റെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ചുള്ള ബഡ്ജറ്റ് ലൈൻ. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ ടാൻജന്റ് ടു ദ ഇൻഡിഫറൻസ് കർവ്, ദാറ്റ് ഈസ് ദ കൺസ്യൂമർ ഇക്വിലിബ്രിയം. അപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം ആണെന്നുണ്ടെങ്കിൽ ബാക്കി ഭാഗം കൂടി ഫോർ ദിസ് 3 information about the consumer equilibrium needed, that is income of the consumer, prices of good 1 and prices of good 1 and good 2, then preference schedule, that is indifference curve കൂടി വേണം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് കൺസ്യൂമർ ഇക്വിലിബ്രിയം എങ്ങനെ അറ്റൈൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ തിയറി പറയുന്നുണ്ട്, the consumer equilibrium is found at the point where budget line, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് മനസ്സിലാക്കണം, ബഡ്ജറ്റ് ലൈൻ is tangent to the indifference curve. ബഡ്ജറ്റ് ലൈൻ ഇവിടെ നേരത്തെ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ വരയ്ക്കുന്നുണ്ട്, ഒരു റെഡ് ലൈൻ ഉപയോഗിച്ച് വരയ്ക്കുന്നുണ്ട്. ഹിയർ ഈസ് ദ ബഡ്ജറ്റ് ലൈൻ, ദാറ്റ് ബഡ്ജറ്റ് ലൈൻ ടാൻജന്റ് ടു ദ ഇൻഡിഫറൻസ് കർവ്, ടാൻജന്റ് ടു ദ ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിനെ ടച്ച് ചെയ്ത പോയിന്റ്, ആ പോയിന്റ് ആണ് കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നമുക്കതിനെ ഒന്നും കൂടി ചുരുക്കി അല്ലെങ്കിൽ രീതിയിൽ പറയുകയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ ഈക്വൽ ടു ദ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ ഈസ് ഈക്വൽ ടു -P1/P2 ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ് Δy/Δx എന്നുള്ള രീതിയിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെലവഴിച്ച പൈസയ്ക്ക് തുല്യമായി നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുമ്പോൾ, തുല്യമായി എന്ന് പറയുമ്പോൾ രണ്ടിനും തുല്യമാകുന്ന പോയിന്റ് വരും. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ്റെ പോയിന്റും നമ്മുടെ പൈസ ചെലവഴിച്ചതിൻ്റെ പോയിന്റും രണ്ടും തുല്യമാകുമ്പോൾ ആ ഒരു പോയിന്റിനെയാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൻ്റെ ഒരു ഡീറ്റെയിൽ ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതിന്മേൽ കൂടെ ഒന്നും കൂടി ഒന്ന് വരച്ച് നിങ്ങളെ വിശദീകരിക്കാം. y ആക്സിസ് ഇവിടെ x ആക്സിസ് കൊടുത്തിട്ടുണ്ട്, ദെൻ വൺ ബഡ്ജറ്റ് ലൈൻ ഈസ് ദർ, ദെൻ ഇൻഡിഫറൻസ് കർവ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ ഈ പോയിന്റ് m/P2 ആണ് നമ്മൾ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറയും. ഹിയർ m/P1 ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. അപ്പോൾ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും ടച്ച് ചെയ്ത പോയിന്റ് ആണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഇനി കണ്ടീഷൻ ഫോർ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്നുള്ളത് പറയുന്നത് ഫോളോയിങ് ദ കണ്ടീഷൻസ് ആർ നെസസറി. ബഡ്ജറ്റ് ലൈൻ ഷുഡ് ബി ടാൻജന്റ് ടു ദ ഇൻഡിഫറൻസ്, ബഡ്ജറ്റ് ലൈന് ഇൻഡിഫറൻസ് കർവിനെ ടാൻജന്റ് ചെയ്യണം. അതായത് ഇവിടെ പറയുന്നുണ്ട് സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ് ഈക്വൽ ടു ദ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ഞാൻ പറഞ്ഞു. സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ Δy/Δx ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ -P1/P2 എന്നുള്ള രീതിയിലേക്ക് പോകാം. ഇനി രണ്ടാമത്തെ ഒരു പ്രത്യേകത പറയാം, ഇൻഡിഫറൻസ് കർവ് ഷുഡ് ബി കോൺവെക്സ് ടു ദ പോയിന്റ് ഓഫ് ഒറിജിൻ.
അപ്പോൾ നമുക്കൊരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇതതിൻ്റെ ഒറിജിൻ പോയിന്റ്, ആ ഒറിജിൻ പോയിന്റ് ഇങ്ങനെ ആയിരിക്കും, ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ പോയിന്റ് ആയിരിക്കും, അതിനെ ടാൻജൻറ്റ് ചെയ്തിട്ട് പോയിരിക്കുന്നത് നോക്കാം. ഒറിജിൻ MRS ഷുഡ് ബി ഡിമിനിഷിങ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ DMRS ഡിമിനിഷിങ് മാർജിൻ റേറ്റ് അല്ലെങ്കിൽ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ആയിരിക്കും, ഇങ്ങനെ താഴോട്ട് വരുന്നത് കൊണ്ട് തന്നെ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷിങ് ആയിരിക്കും. ആ ഡിമിനിഷിങ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ താഴോട്ട് ചെരിഞ്ഞ് വരാനുണ്ടായ കാരണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഇനി കൺസ്യൂമറുടെ ഇക്വിലിബ്രിയത്തിനെ കുറിച്ചുള്ള ലാസ്റ്റ് പോയിന്റ് കൂടി പറയുന്നു. ദ കൺസ്യൂമർ ഈസ് ഇൻ ഇക്വിലിബ്രിയം അറ്റ് ദ പോയിന്റ് വേർ ബഡ്ജറ്റ് ലൈൻ ടാൻജന്റ് ടു ദ ഇൻഡിഫറൻസ് കർവ്. അറ്റ് ദിസ് പോയിന്റ് സ്ലോപ്പ് ഓഫ് ദ ഇൻഡിഫറൻസ് കോൾഡ് MRS ഈസ് ഈക്വൽ ടു ദ സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ, ദാറ്റ് ഈസ് മൈനസ് P1/P2. ഇത്രയാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ ചാപ്റ്ററിനെ നമ്മൾ 2 ഭാഗങ്ങളാക്കി പഠിക്കേണ്ടതുണ്ട്. ഒന്ന് കൺസ്യൂമറിൻ്റെ അല്ലെങ്കിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം വരെയുള്ള ഭാഗം, ദെൻ ഇത് കഴിഞ്ഞിട്ട് ഡിമാൻഡ് എന്ന് പറയുന്ന ഡിമാൻഡിനോട് റിലേറ്റഡ് ചെയ്തുകൊണ്ടുള്ള ഭാഗം കൂടിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. എനിവേ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് 1 നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി എന്ന് തോന്നുന്നു. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.